പുതുവർഷമായി ഹായ് പുതുശോഭയെത്തി പാവനാത്മാവിനോടൊപ്പം പുതുതായി തുടങ്ങിടാം സർവം. ത്രിത്വൈക ദൈവത്തിന്റെ ഓമനയായ പൈതലെ, കർത്താവിന്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഈ ദിവസം നിന്റെ മുഖത്തേക്ക് മിഴികളിലേക്ക് നോക്കി ഞാനൊരു കാര്യം പറയട്ടെ. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 9-ാം വാക്യം. നന്മ ചെയ്യുന്നതിൽ നിനക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. നന്മ ചെയ്യുന്നതിൽ നിനക്കൊരിക്കലും മടുപ്പ് തോന്നാതിരിക്കട്ടെ. അങ്ങനെ മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം നിനക്ക് വിളവെടുക്കാൻ കഴിയും. നീ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവനായ, നീ ആര് തന്നെ ആയിരുന്നാലും നന്മ ചെയ്യുന്നതിൽ ഒരു കോംപ്രമൈസ് ഇല്ലാതെ നിരന്തരം നീ നന്മ ചെയ്താൽ ഒരിക്കലും നീ നാശമടയുകയില്ല. യഥാകാലം കർത്താവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, നിനക്ക് വിളവെടുക്കാൻ സാധിക്കും. നീ ആരുമായിക്കൊള്ളട്ടെ, നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നാതെ നിരന്തരം നന്മ ചെയ്താൽ കർത്താവിന്റെ ഒരു മഹാവിളവെടുപ്പ്, കൃപയുടെയും മഹത്വത്തിന്റെയും ഗ്ലോറിയുടെയും വിജയത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും നന്മയുടെയും ഒരു വിളവെടുപ്പ് സ്വർഗം നിനക്ക് വേണ്ടി ഒരുക്കും. ഗലാത്യ 6:9. നന്മ ചെയ്യുന്നതിൽ ഒരിക്കലും മടുപ്പ് തോന്നരുത്. യഥാകാലം വിളവെടുക്കാൻ നിനക്ക് സാധിക്കും. ഈ വചനത്താൽ ഇന്ന് നിന്റെ മനസ്സിനെ കർത്താവ് ശക്തിപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ. ഒരു കാട്ടുകുതിരയുടെ ശക്തി കർത്താവ് നിന്റെ ആത്മാവിലേക്ക് വെക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവാത്മാവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. അബാ പിതാവേ, നിന്നെ ഞാൻ ആരാധിക്കുന്നു. ത്രിത്വൈക ദൈവമേ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവെ ആരാധിക്കുന്നു. യേശുക്രിസ്തുവെ നിങ്ങൾ ആരാധിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ നിന്റെ ഈ കുഞ്ഞിനെ തൊടണമേ, നിന്റെ ഈ കുഞ്ഞിന്റെ പ്രശ്നത്തെ തൊടണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ വേദനയെ തൊട്ട് നിനക്ക് ശക്തി നൽകട്ടെ. ആമേൻ.